ബിഗ് ബോസ് വിന്നറായ അനുമോൾക്ക് PR ചെയ്ത വിനു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നയാളാണ്. അനുമോൾ വിജയിച്ചതിലെ ഒരു പങ്ക് വിനുവിനുമുണ്ട്. ശക്തമായ PR ആയിരുന്നു അനുമോൾക്ക് ലഭിച്ചതും. ബിഗ് ബോസ് അവസാനിച്ച ദിവസങ്ങൾ പിന്നിടവേ വിനു അനുമോളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അനുമോൾ നല്ല സുഹൃത്താണെന്ന് വിനു പറയുന്നു. അനുമോൾ ആത്മാർത്ഥതയുള്ള സുഹൃത്താണ്. എന്നെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവുകൾ കേട്ടാലും അവൾ അത് എന്നോട് ചോദിച്ചേ ക്ലിയർ ആക്കൂ. അവൾ ഒരിക്കലും അത് വേറൊരാളോട് സംസാരിക്കത്തില്ല. ഭയങ്കര ലോയലാണ്. ആൾക്ക് റിലേഷൻഷിപ്പ് ഭയങ്കര പ്രധാനമാണ്. ആൾ വളരെ ചുരുക്കം ആൾക്കാരെ മാത്രമേ കയ്യിൽ പിടിക്കുള്ളൂ. അവർ പിന്നിൽ നിന്ന് കുത്തിയാൽ നല്ല വിഷമവും വരും. തന്നെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് അനുമോൾക്ക് നന്നായി അറിയാം. പക്ഷേ എന്നാലും തന്നെ മനസ്സിലാക്കി കൂടെ നിന്ന് അവരെ നല്ലൊരു ഫ്രണ്ട് ആക്കാൻ ശ്രമിക്കും. അവർ പിന്നെയും നല്ല ഫ്രണ്ട് ആയില്ല എങ്കിൽ മാത്രമാണോ അനു ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുന്നത്. പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കത്ത് പോലുമില്ല. അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് ഇയാൾ. ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ റീയൂണിയന് അനുമോൾ മടിക്കുന്നുണ്ട് എന്നും വിനു പറയുന്നുണ്ട്. ആൾ ഇക്കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണ്. അനുമോൾക്ക് നല്ല വിഷമമുണ്ട്. നല്ല രീതിയിൽ എപ്പിസോഡുകൾ കാണുന്നുണ്ട്. അനുമോൾ വിചാരിക്കാത്ത പല സംഭവങ്ങളാണ് എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയൊന്നുമല്ല എന്ന രീതിയിലാണ് അനുമോൾ സംസാരിക്കുന്നതും പലതും കാണിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. എപ്പിസോഡുകളിൽ അനുമോൾ കുറച്ച് അൺഹാപ്പിയാണ്. പക്ഷേ റിഗ്രറ്റ് ഒന്നുമില്ല. എന്നാൽ പോലും എല്ലാം ഒന്ന് ഉൾക്കൊള്ളാൻ അനുമോൾക്ക് കുറച്ച് സമയം വേണ്ടിവരും. ആൾ ബിസിയാണ്. 2ഉം 3ഉം ഇനോഗ്രേഷൻ ആണ് ഒരു ദിവസം നടക്കുന്നത്. ഇന്ന് കൊടുവള്ളിയിലാണ് ഉദ്ഘാടനം. നാളെ ആലുവയിലും ഉണ്ട്, കലൂരിലുമുണ്ട്. അത് കഴിഞ്ഞ് ക്രൗൺ പ്ലാസയിൽ ഒരു പരിപാടിയുമുണ്ട്. പിന്നെ 5 ദിവസം ദുബായിൽ പോകുന്നുണ്ട്. നല്ല ബിസിയാണ്. നല്ല രീതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ. ഇത്രയും പൈസയും കാറും ബിഗ് ബോസിൽ നിന്നും കിട്ടി പിറ്റേ ദിവസം മുതൽ ഇനാഗ്രേഷന് പോവുകയാണെന്ന് ആൾക്കാർ ചിലപ്പോൾ കളിയാക്കും. ആൾ അങ്ങനെയാണ്, കഠിനാധ്വാനിയാണ്. ഇതുവരെയും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. കാശിനു വേണ്ടിയുള്ള ആക്രാന്തമല്ല, സർവൈവ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഈ അനുമോൾ. അനുമോൾക്ക് കിട്ടിയ കാർ എനിക്ക് ലഭിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കാറിന് ഗിഫ്റ്റ് ടാസ്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പിൻവലിഞ്ഞു. നല്ല കാറാണ്, എനിക്ക് തരാൻ അനുവിന് മനസ്സുണ്ടാകട്ടെ. തന്നാൽ 2 കൈ നീട്ടി ഞാൻ സ്വീകരിക്കും. ഞാൻ വേണമെങ്കിൽ എന്റെ കാർ തിരിച്ചു കൊടുത്തേക്കാം എന്നും വിനു പറഞ്ഞു. കാറ് വിനുവിന് നൽകണമെന്ന അഭ്യൂഹത്തോട് അനുമോൾ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു. കാർ സമ്മാനമായി പ്രഖ്യാപിച്ച സമയത്താണ് ഇത് പറഞ്ഞുണ്ടാക്കിയത്. കാർ വിനുവിന് കൊടുത്തിട്ട് താൻ റോഡിലൂടെ തെണ്ടാം എന്നാണ് അനുമോൾ തമാശയായി പറഞ്ഞത്. എന്നാൽ ആ കാർ ആഗ്രഹിക്കുന്നു എന്ന് വിനു ഇപ്പോൾ കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.